നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. CJP എന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കാൻ താല്പര്യമില്ല എന്നുള്ളത് അഭിജിത് ദീപ്കെ അടക്കം CJPയിലെ നേതാക്കൾ പറഞ്ഞ കാര്യമാണ്. കാരണം ഒരു രാഷ്ട്രീയവൽക്കരണത്തിലേക്ക് പോയാൽ BJPക്ക് കാര്യങ്ങൾ എളുപ്പമാകും. രാഷ്ട്രീയപരമായി BJPയെ നേരിടുന്നതിനേക്കാൾ എത്രയോ മികച്ച രീതിയിൽ ആശയപരമായും സംഘടനാപരമായും നേരിടാം. BJP RSSന്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളനുസരിച്ചാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. RSSന്റെ സിദ്ധാന്തം നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇവിടെ CJP എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതെ തന്നെ പ്രസ്ഥാനമുണ്ടായാൽ അതിൽ എത്തിച്ചേരുന്ന അതിൽ പങ്കെടുക്കുന്ന അനുയായികളുടെ എണ്ണം അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് വർദ്ധിക്കുമെന്ന് കൃത്യമായി CJP നേതാക്കൾക്കറിയാം. അതിനകത്ത് കോൺഗ്രസ്സിലെ ആളുകൾ കാണും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ കാണും, അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടിയിലെ ആളുകൾ കാണും, മറ്റ് ചെറുതും വലുതുമായ പല പ്രാദേശിക പാർട്ടികളുടെ പ്രതിനിധികൾ CJPയിലേക്ക് ഒഴുകിയെത്തുകയാണ്. അവർ ഒരേ മനസ്സോടെ ഒരേ ആശയത്തിന് വേണ്ടി തെരുവിലിറങ്ങി സമരം നടത്തും. അതാണ് CJPയുടെ ഏറ്റവും വലിയ ബലം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് ഈ രാജ്യത്ത് അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ പാറ്റകളോട് ഉപമിച്ച് അവരെ ക്ഷുദ്രജീവികളെന്ന് വിളിച്ചത് അത് തൻ്റെ നാക്കുപിഴയായും അല്ലെങ്കിൽ അത് ഏതാനും ചില വ്യക്തികളോടുള്ള പരാമർശമാണല്ലാതെ രാജ്യത്തെ യുവാക്കളെ താനൊന്നും പറഞ്ഞിട്ടില്ല എന്ന രീതിയിലും മലക്കം മറിയാനുണ്ടായ കാരണം എന്താണ്? കാരണം ചീഫ് ജസ്റ്റിസിൻ്റെ കസേര പോലും അത്ര ഉറപ്പുള്ളതല്ല, അത് ഇളകാം. ഈ രാജ്യത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ മോദി ഭരണമെന്നും ഈ രാജ്യത്ത് ഒരു പക്ഷേ അരാജകത്വം ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നരേന്ദ്രമോദി തന്നെയാണെന്ന തിരിച്ചറിവ് പല നേതാക്കൾക്കും ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. ഭയം എന്താണ് എന്നുള്ളത് അമിത്ഷാ ഇത്രയും നാളും അറിഞ്ഞിട്ടേയില്ല എന്നുള്ളതാണ്. കാരണം തൻ്റെ കയ്യിൽ ചെങ്കോലും കിരീടവും ഉള്ളത് കൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഏത് രീതിയിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അടിച്ചൊതുക്കി തൻ്റെ വരീതിയിലാക്കാൻ തൻ്റെ ബോഡി ഗാർഡ്സായി ഈ ഇന്ത്യയിലെ മൊത്തം സെൻട്രൽ ഗവൺമെൻറ് പോലീസ് ഫോഴ്സും BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസും ഉണ്ട് എന്ന് അഹങ്കരിച്ച ഒരാൾ ഇപ്പോൾ മാളത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും പരാമർശങ്ങളും. ഒരു വാക്കിതുവരെ ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമിത്ഷാ ഉരിയാടിയിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കേണ്ട കാര്യമാണ്. E20 ജനതാ പാർട്ടി എന്ന രീതിയിൽ നമുക്കറിയാം, ഇതിനോടകം തന്നെ നിതിൻ ഗഡ്കരിയെ പുകച്ച് പുറത്താക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. CJP ആയിരുന്നാലും E20 ആയിരുന്നാലും ഇതെല്ലാം ഒരേ വേദിയിൽ ഒരേ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളും ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പൊതുവായ ഹർജികൾ, പൊതു താൽപര്യ സബ്മിഷനുകൾ ഇവർ കൃത്യമായി വിവിധ പ്രതിപക്ഷ പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തി അവർ ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പാർലമെൻറ്റിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ ജെൻസി ബുദ്ധി എന്ന് പറയുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയാൽ അത് ആം ആദ്മിയെ പോലെ കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം ഒതുങ്ങിക്കൂടും. പിന്നീട് അതിന് ഒരിക്കലും മൂർച്ച ഉണ്ടാകില്ല. അവരുടെ സമരത്തിന് യാതൊരു രീതിയിലുള്ള പ്രസക്തിയും ഉണ്ടാകില്ല. അതല്ല CJPയുടെ ഉദ്ദേശമെന്നത്. ഇത് ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്.